മൂന്ന് രീതിയിലാണ് ഒരാൾക്ക് മരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. കൊലപാതകം, ആത്മഹത്യ സ്വാഭാവികമാണ്. അപ്പൊ യുഎയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് സംഭവിക്കുക. ഒന്ന് ആത്മഹത്യ, ആക്സിഡന്റ്, പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ മരിക്കുന്നു, അല്ലേ? അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ മരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. ഇത് വളരെ സുതാര്യമാണ്. നമുക്ക് അറിയില്ല നമ്മുടെ നെറ്റ്വർക്കിലുള്ള ആൾക്ക് ഒരു മരണം സംഭവിച്ചത് നമ്മളത് പഠിച്ചു നിന്ന് പോകാൻ നമുക്ക് എന്തെങ്കിലും അറിയില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് നമ്മളൊന്ന് മനസ്സിലാക്കി എഴുതാൻ മതി. ഹോസ്പിറ്റലിൽ വെച്ച ഒരാൾ മരണപ്പെട്ടാൽ ഹോസ്പിറ്റലിൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു ഡെത്ത് നോട്ടിഫിക്കേഷൻ തരും. ഈ ഡെത്ത് നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. പോലീസ് അവിടുന്ന് നമുക്ക് പേപ്പർ തരും, ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള പേപ്പർ. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്ന ഇവിടുന്ന് എല്ലാവർക്കും അറിയാം, പ്രിന്റിംഗ് മെഡിസിൻ നിന്നാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു സിമ്പിൾ ആലോചിച്ച് പാസ്പോർട്ട് മിസ് എൻഹാൻസ് ചെയ്യുന്നത്, കോൺസുലേറ്റിൽ പോവാം, പാസ്പോർട്ട് എൻഹാൻസ് ചെയ്യുക, ഇമിഗ്രേഷനിൽ പോവാം, വിസ എൻഹാൻസ് ചെയ്യുക, നേരെ പഴയ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരിക. പോലീസിൽ ചെന്നിരിക്കുമ്പോൾ പോലീസ് നമുക്ക് ഒരു 3 പേപ്പർ തരും. 3 ലെറ്ററാണ് തരുന്നത്. ഒന്ന് മോർച്ചറിലേക്ക് ബോഡി കളക്ട് ചെയ്യാൻ വേണ്ടി, 2 എംബാം സെന്ററിലേക്ക് ബോഡി എംബാം ചെയ്യുക, 3 എയർപോർട്ടിലേക്കുള്ളത് നമുക്ക് ചെയ്യുന്നത്. പരിപാടി കഴിഞ്ഞു, ബോഡിയിലൂടെ പോകുന്നു, നമ്മൾ കളക്ട് ചെയ്യുന്നു, എംബാം സെന്ററിൽ പോകുന്നു, എംബാം ചെയ്യുന്നു, കാർഗോയിലേക്ക് നമ്മൾ പോകുന്നു. ഈ കാർഗോയിലെ നമുക്ക് അതിൻ്റെ അകത്ത് കൂടെ ഒരാൾ പോകണം. ഈ ബോഡിയുടെ കൂടെ എല്ലാവർക്കും അറിയാവുന്നതായി ഈ ബോഡിക്ക് തൂക്കമാണ്, kg-ആണ്. ഒരു അതിൽ 180 കിലോ ആ റേഞ്ചിലാണ് അതിനെ കാണുന്നത്. 1100 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം എയർലെസ് ബസ്സിനൊക്കെ 1700 ദിവസത്തോളം വരുന്നുണ്ട്. കൂടെ 3000 ചെയ്തിട്ട് വരുന്നുണ്ട്. ഇത് 2 ദിവസം കൊണ്ട് തീരുന്ന ഒരു പ്രൊസീജിയറാണ്. ഈ സംഭവം ബോഡി നാട്ടിലേക്ക് പോയി. ഇനി രണ്ടാമത് ഒരാൾ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പോലീസിനെ വിളിച്ചാൽ ആംബുലൻസ് വരും, ആംബുലൻസിനെ വിളിച്ചാൽ പോലീസ് വരും. കണക്ടറാണല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്കൊരു ഫോറൻസിക് റിപ്പോർട്ട് വേണം, സർട്ടിഫിക്കറ്റ് വേണം. അതിന് 5-6 ദിവസം എടുക്കും. പിന്നെ നേരത്തെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, പ്രിന്റിംഗ് മെഡിസിൻ അത് എവിടെയാണ് സംഭവം. അത് ഷാർജയിലാണെങ്കിൽ കാസിന ഹോസ്പിറ്റലുണ്ട്, ദുബായിലാണെങ്കിൽ കാശിക് ഹോസ്പിറ്റലുണ്ട്. നമുക്ക് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്. ഇപ്പം വീട്ടിൽ കിടന്ന് മരിക്കുകയോ ആത്മഹത്യ അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് നമുക്ക് വേണം. 5-6 ദിവസത്തിനുള്ളിൽ ഇത് കിട്ടും. ദുബായിലാണെങ്കിൽ ഇത് പോലീസ് സ്റ്റേഷനായിട്ടുണ്ട്, ഷാർജയിലാണല്ലോ ഇത് കോർട്ടിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ബാക്കിയുള്ള പഴയ പോലെ തന്നെ വീണ്ടും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, അവിടുന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു, പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്നു, വിസ ക്യാൻസൽ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, മറ്റു ലെറ്റേഴ്സ് മേടിക്കുന്നു, എംപാം ചെയ്യുന്നു, ബോഡി കളക്ട് ചെയ്യുന്നു, എയർപോർട്ടിൽ പോകുന്നു, ടിക്കറ്റ് എടുക്കുന്നു. പിന്നെ ഈ മരിച്ചുപോയ ആളുടെ ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ ബൈസ്റ്റാൻഡർ കൊണ്ടുപോകണം. കൂടെ ഒരാൾ ബൈസ്റ്റാൻഡർ കൂടെ പോകുന്ന ഒരു പാസഞ്ചർ കൂടെ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ പോവുകയോ അദ്ദേഹമാണ് ഈ ലഗേജ് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ ഇവിടെ മരിക്കുകയാണെങ്കിൽ ഇവിടെ അടക്കുവാണെങ്കിൽ അത് ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവൽ മതി, സർട്ടിഫിക്കറ്റ് പിന്നെ മേടിച്ചാൽ മതി. വളരെ സുതാര്യമാണ്, ടപ്പടപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു സെഗ്മെന്റ് ഉള്ളത് വിസിറ്റ് വിസ. വിസിറ്റ് വിസയിൽ വന്ന ഒരാള് മരണപ്പെട്ടാൽ ഇവിടെ അടക്കണമെങ്കിൽ നാട്ടിൽ നിന്ന് ബ്ലഡ് റിലേറ്റീവ്സിന്റെ അപ്പൻ, അമ്മ, പെങ്ങള് അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റീവ്സിന്റെ അളിയൻ ബ്ലഡ് റിലേറ്റീവ് അല്ല, ലെറ്റർ വേണം, കൺസെന്റ് വേണം. അത് നോട്ടറൈസ് ചെയ്ത് പറയണം. ഞാൻ ഇങ്ങനെ ഒരാളെ ഓതറൈസ് ചെയ്യുന്നു, അവർ അടക്കിയിട്ടുണ്ട് പറയും. അതെല്ലാം നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ എല്ലാ പ്രൊസീജിയറും സെയിം തന്നെയാണ്. വിസ ഇല്ലല്ലോ, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യണ്ട, പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ് ഇത്. ഒട്ടും തോന്നില്ല, നമുക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലൊരു ഡെത്ത് വന്നു കഴിയുമ്പോൾ നമ്മള് ആരെയും വിളിക്കുന്നത് എല്ലാ ടെൻഷൻ അടിച്ച് നിൽക്കുമല്ലേ.